ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് ദോശ മാവ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കട്ടിയായിട്ടാണ് നമ്മൾ മാവ് അരച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇത്തിരി പാല് ചേർത്ത് കൊടുക്കാം. പശുവും പാല് ചേർത്ത് കൊടുക്കാം. പശുവും പാല് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയുണ്ട്, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ചെറിയുള്ളിയുണ്ട്, ചെറുതായിട്ട് കുനുകുന അരിഞ്ഞു വെച്ച ചെറിയുള്ളിയുണ്ട്, അത് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയുള്ള ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഗോതമ്പ് ദോശ. ഇതിൽ നമ്മൾ ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് വെച്ചേക്ക് ചെയ്ത് എന്നിട്ട് വേണം ദോശ ചൂടാൻ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഫ്രൈ പാൻ ആയതുകൊണ്ട് നമുക്ക് എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ദോശ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ദോശ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. നമ്മുടെ ദോശ റെഡി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.